Hi friends, welcome to Oxten Ideas. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് അടുത്തടുത്ത് വരാണ്, അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ക്രിസ്മസ് സംബന്ധിച്ച് നമ്മൾ ഒരു വെറൈറ്റി കേക്ക് ചെയ്യാൻ പോണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് കേക്ക് കണ്ടിട്ടുണ്ടാവും, ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട്, പല ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പോഞ്ച് വിത്ത് പകുതി ഗ്ലാസ് കേക്ക്, അതായത് സ്ട്രോബെറി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി കേക്കാണ് ഇന്ന് മൊത്തത്തിൽ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ ടൈം കളയണ്ട, വീഡിയോ ഫുള്ളായിട്ട് കാണട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ ക്രിസ്മസിന് ഒരു വെറൈറ്റി കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടോ. കേസ് അപ്പോൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നിച്ച് അരിച്ചു കൊടുക്കുക കേട്ടോ. നമ്മ ഇതെടുത്ത അതേ ഗ്ലാസ്സിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാട്ടിനി ഒഴിക്കാട്ടാ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്നും കൂടി 1/4 ഗ്ലാസ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒന്നും കൂടി എല്ലാം കൂടി ഒന്നിച്ച് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാട്ടാ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റേണ്ട. അപ്പോൾ നമ്മൾ കാച്ചി വെച്ച പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 4-5 സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നുകൂടി അപ്പോൾ കേക്കിന് മോൾഡ് എടുത്തിട്ടുണ്ട്. മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രം എടുത്താലും മതി ഇതുപോലത്തെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തത് ജസ്റ്റ് പകുതി ഒഴിച്ചു കൊടുക്കുക. ഫുള്ളാക്കണ്ട, പകുതി മതി. ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇത് കുക്കറിൽ ഇറക്കി വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഗൈസ് അപ്പോൾ ഇത് മൊത്തം ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പൊക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക 2-3 പ്രാവശ്യം. ഇനി അപ്പോൾ നമുക്ക് ഇത് കുക്കറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ശരിയായിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കുക. യെസ്, കുക്കർ വെക്കാം. ഗൈസ് അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുക്കറിലേക്ക് ഇതുപോലെ ഒരു മൂടി ഇറക്കി കൊടുക്കാം കേട്ടോ. സെൻട്രലായിട്ട് വെക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കൈ മുട്ടാണ്ട് നോക്കാം. ആദ്യം കുക്കർ കുറച്ച് ചരിച്ചു കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. യെസ്, ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം മൂടി വെച്ചതിന് ശേഷം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, മൂടി വെക്കുമ്പോൾ ഒരിക്കലും കുക്കറിന് ഇത് വെക്കാൻ പാടില്ല, വിസിൽ വെക്കാൻ പാടില്ല. കുക്കർ അടക്കുക, വിസിൽ വെക്കാണ്ട്. അതിനുശേഷം ലോക്ക് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഇങ്ങനെ തന്നെ ബേക്ക് ആവണം ഇരുന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. കാരണം 1/2 മണിക്കൂർ വേണം ഇനി അത് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അതിന് നേരത്തോണ്ട് നമ്മൾ സ്ട്രോബെറിയൊക്കെ ഒന്ന് ജസ്റ്റ് നൈസായിട്ട് കഴുകി ഫുള്ള് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, പൊന്തി സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇർക്കിലെടുത്തിട്ട് കുത്തി നോക്കാം നമുക്ക് സ്പോഞ്ച് ആയിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട്. സെറ്റ് കണ്ട, ഇത് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സ്പോഞ്ച് ഉള്ളിൽ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഗൈസ് അപ്പോൾ സ്ട്രോബെറി നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിലിട്ട് അടിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് പോലെ വേണ്ട, ഒരു ജ്യൂസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയതായിട്ടൊരു കട്ടിയുണ്ട്. ഇതുപോലെ സെറ്റ് ആക്കി എടുക്കണം. അതിലേക്ക് ഏകദേശം ഒരു 10 ഗ്രാം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൊണ്ട് നൈസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നിച്ചൊരു ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ട് ഓൾറെഡി കുറച്ച് റെഡ് അത് നിൽക്കുന്നു. അപ്പോൾ സ്ട്രോബെറി ചൂടാക്കി നൈസായിട്ട് വന്നിട്ടുണ്ട്, നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് നമ്മൾ സ്ട്രോബെറി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാറ്റാട്ടാ. ഇത് നൈസായിട്ട് കൈ കൊട്ടാ പൊട്ടി നോക്കാൻ കിട്ടുന്ന. യെസ്, സംഭവം വന്നിട്ടുണ്ട്. വാ കേട്ടോ, നമ്മൾ ബട്ടർ പേപ്പർ വെച്ചേർന്ന്. അപ്പോൾ അതായത് സിമ്പിളായിട്ട് അതിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. നൈസായിട്ട് തന്നെ ഇടിച്ച് മാറ്റാം. സെറ്റായിട്ടുണ്ട് സ്പോഞ്ച്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടാ. ഗൈസ് അപ്പോൾ നമ്മളെ സ്പോഞ്ച് എടുത്തിട്ട് നമുക്ക് ഈ മോളിക്ക് കണ്ട കുറച്ച് ഭാഗം മോളിക്ക് നിൽക്കണ്. ആ ഒരു ഭാഗം ചെത്തിക്കളാട്ടോ. നമുക്ക് കറക്റ്റ് ആ ഷേപ്പിലുള്ള മതി, റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ മതി. മോളിക്കുള്ള ഭാഗം വേണ്ട. പീസ് ഇവിടുന്ന് മാറ്റാട്ടാ. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ മുകളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്താണ് ജെല്ല് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ട. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കട്ടെ. എല്ലായിടത്തും മധുരം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഒരുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പീസ് അപ്പോൾ ജലാറ്റിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം വെള്ളത്തിൽ ഒരു 5 ഗ്രാം ജലാറ്റിൻ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബൗളിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളമാണിത്.
ചൂടുള്ളത്തേക്ക് ഈ ജലാറ്റിൻ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നൈസായിട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ട്രോബെറിയുടെ പൾപ്പില്ലേ, അതിലേക്ക് നമ്മൾ ജലാറ്റിൻ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ സ്പോഞ്ച് ഇറക്കി വെച്ച് കൊടുക്കുക. സെറ്റായിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ സ്ട്രോബെറിയും ജലാറ്റിനും കൂടി മിക്സ് ചെയ്തത് ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ഒഴിച്ചേക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാനായിട്ട് വെക്കാം. 100 ഗ്രാം വെള്ളവും അതുപോലെ തന്നെ 7 ഗ്രാം ജലാറ്റിനും കൂടി മിക്സ് ചെയ്തിട്ടത്. അപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്ട്രോബെറി വെച്ച് കഴിഞ്ഞിട്ട് മുകളിൽ ഒഴിക്കാനുള്ള ജെല്ലാണ് ഈ ഒരു ചെറിയ പാത്രത്തിലുള്ളത്. അപ്പോൾ നമുക്ക് തണുത്തുള്ളത്തിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കുക, ഇതിൻ്റെ ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം സ്ട്രോബെറി എടുത്തിട്ട് അതിൻ്റെ ഇലകളൊക്കെ കളയുക. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക. അതായത് ഏറ്റവും അടിവശത്ത് ഇതേ കുറച്ച് ഭാഗം കൊണ്ട് ഇതുപോലെ അത് ചെത്തി കളയുക എല്ലാത്തിൻ്റെ. എന്നിട്ട് ഇതേ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം സെടി വെക്കാനുള്ള പീസുകളൊക്കെ അതെ ഇതുപോലെയാണ് ചെത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രോബെറി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ ഫുള്ള് സ്ട്രോബെറി വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സെൻട്രലിൽ വലിയ വലിയ പീസുകളും അതുപോലെ സൈഡുകളിൽ ചെത്തിയ പീസുകളും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജെല്ല് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ജെല്ല്. അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു 5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടലി ഉള്ള ബട്ടർ പേപ്പർ ഒലിച്ചപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നൈസായിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഒരു ഇതെല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് സൈഡിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റാണിത്. നമ്മളെ സിയാനുണ്ട്, അതുപോലെ തന്നെ മാമാടെ മോൻ ക്യാമറയുടെ പിന്നെ നിൽക്കുന്നുണ്ട്. വരാനൊരു മടി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേക്ക് കാണുന്നതും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും. നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഫ്രണ്ടിൽ നിന്ന് കട്ടയല്ലേ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അതിന് കൊടുക്കാല്ലേ. ഞാൻ ചോട്ടെ മൂക്കുമായ എന്നുവെച്ചാല് കേക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. അതായത് സ്പോഞ്ചിന്റെ സാധാരണ ഒരു കേക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറി വന്നേരം സ്ട്രോബെറിക്ക് ചെറിയൊരു പുളിപ്പുണ്ടല്ലോ, ആ ഒരു പുളിപ്പും പിന്നെ മധുരം ഇട്ട് പിന്നെ ക്രീമിന്റെ മധുരം എല്ലാം കൂടി സെറ്റാണ്. ഒരു എന്താ പറയാ, എല്ലാം കൂടി മിക്സ് ചെയ്താലേ അതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കറക്റ്റ് കഴിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ടേസ്റ്റ്. അപ്പൊ നൈസായിട്ട് ഒരു ചെറിയ കഷ്ണം കൂടി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ 2-3 പീസ് കഴിച്ചു കഴിഞ്ഞ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇവനോട് ചോദിക്കാം, നിനക്ക് എന്താണ് ഈ ഒരു കേക്ക് കഴിച്ചിട്ട് തോന്നിയത്? അതുള്ള പോലെ അവരോട് പറഞ്ഞു കൊടുക്കുക ടേസ്റ്റ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും തോന്നിയത് അത് അവർ പറഞ്ഞു കൊടുക്കുക കറക്റ്റ് ആയിട്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല വെറൈറ്റി ഒരു കേക്കാണ്. പിന്നെ സ്ട്രോബെറിയുടെ ചെറിയൊരു പുളി, അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കേക്കിന്റെ അത്യാവശ്യം ക്രീമൊക്കെ തേച്ചപ്പോൾ അടിപൊളി സാധനം. അത് ഈ ക്രീം തേക്കണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം സോർ ക്രീം എന്ന് പറഞ്ഞൊരു സംഭവം ചേർത്തിട്ട് വേറൊരു ടൈപ്പ് ആക്കാന്ന് വിചാരിച്ച് കേക്ക്. പക്ഷെ സോർ ക്രീം എന്ന് പറഞ്ഞ ക്രീം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മ സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് അതുപോലെ ഈ ക്രീമൊക്കെ തേച്ചത്. വേറെ ടൈപ്പാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. സോർ ക്രീം എത്ര തപ്പിയിട്ട് കിട്ടണല്ലോ, എവിടെ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് സാധാ സ്പോഞ്ച് കേക്ക് പോലെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു ജെല്ലി ടൈപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടമായി, ഇവർക്ക് ഇഷ്ടമായി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് കൊടുത്തിട്ട് അവരോട് ചോദിക്കാം. എനിക്ക് ഇഷ്ടമുണ്ട്. ഇപ്പം ഡൗട്ടുള്ളവർക്ക് എന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുമോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന 100% ഉറപ്പ് തരാണ്. കാരണം സ്ട്രോബെറിയുടെ ഒരു തരം പുളിപ്പില്ലേ, ചെറിയൊരു പുളിപ്പ്, ആ ഒരു പുളിപ്പും ഈ മധുരവും ഒക്കെ കൂടി വന്നപ്പോൾ ഒരു വേറെ ഒരു ക്രീം കേക്കിൻ്റെ അല്ല, ഒരു വേറെ ഒരു തരം ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയാലേ ചേർത്ത ടേസ്റ്റ് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഉണ്ടാക്കാം. യെസ്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. പിന്നെന്താ പറയുക, എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചു, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചു. അതിന്റെ കാര്യം കൂടി എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. ഇങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ആരും കണ്ടിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ പറ്റുന്നുള്ളവർ കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും.
അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഫോളോ ചെയ്താൽ മതി. ഞാൻ എന്തായാലും മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.